ഇത് മഹത്വത്തിൻ്റെ പദ്ധതിയാണ്. മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുമ്പോൾ മറിയൻ ഉടമ്പടി ഒരു മാധ്യസ്ഥ പദ്ധതിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ദൈവമഹത്വത്തിന്റെ മാധ്യസ്ഥ പദ്ധതിയായി ഉടമ്പടി നൽകിയതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് അങ്ങ് ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കുന്ന ദൈവമേ, സീനായി മലമുകളിലെ പിതാവിന്റെ മഹത്വമേ, താബോർ മലയിലെ ഏകജാതന്റെ മഹത്വമേ, കാനായിലെ കല്യാണ വിരുന്നിലെ മഹത്വത്തിന്റെ മാധ്യസ്ഥയായ മറിയമേ, ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. അടയാളങ്ങൾ നൽകി മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുന്നതിനായി മഹത്വത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ ദൈവിക ആനുകൂല്യമാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർത്തു പോയിട്ടുണ്ടേ, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ കിടക്കുന്ന ഈ ബൾബില്ലേ, ഇതൊക്കെ ഈ ബൾബൊക്കെ ചില 40 വാട്ട് വോൾട്ടേ ഉള്ളൂ, 40 വോൾട്ട്. ചിലത് 100 വോൾട്ട് ഉണ്ടാവും. ഇപ്പം 100 വോൾട്ടിൻ്റെ ബൾബ് കുറവാണ്. വോൾട്ട് ചെറിയതാണ്. നമുക്ക് വീടുകളിലൊക്കെ ഡൊമസ്റ്റിക് കണക്ഷനിലേക്ക് വരുന്ന 230 വോൾട്ടല്ലേ. ഈ മഹത്വത്തിൻ്റെ വോൾട്ടിനെ കുറിച്ച് ഞാൻ ചില സമയം ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 24:17 വായിച്ചത് എന്താണ്? അത് മഹത്വത്തിൻ്റെ മലയിൽ മഹത്വത്തിൻ്റെ തീ ചുരിക്കുന്നില്ലേ? ഈ സ്വർഗീയ മഹത്വത്തിൻ്റെ തീയാണ് നമ്മൾ യോഹന്നാൻ 1:14 ഏകജാതൻ്റെ മഹത്വമായി നമുക്ക് ടാൻജിബിളായി മാറുന്നത്, സ്പർശ്യമായി മാറുന്നത്. ഈ മഹത്വം തന്നെയാണ് പിന്നീട് കാനായിലെ കല്യാണത്തിന് മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ജലവിധാനത്തിൽ തെളിയണതും ഈ മഹത്വം തന്നെയാണ്. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ഡൗൺ ദൈവം എന്താ ചെയ്തതെന്നൊക്കെ വലിയ പിടിയുണ്ടോ? നമുക്ക് ഒരു ജന്മം നിന്ന് കരഞ്ഞു പോകും ദൈവം ചെയ്തത്. കാരണം മോസസ് എന്താ ചെയ്തത്? മോസസ് ജനങ്ങളോട് പറഞ്ഞത്, ജനങ്ങൾ മോസസിനോട് പറയുന്നു, മൂടുപടം നിൻ്റെ മുഖത്തുനിന്ന് മാറ്റരുത്, ഞങ്ങൾ മരിച്ചു പോകും. ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടേ Take the word of God. Sudhikata hallelujah. Hallelujah, 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 hallelujah. Yeshua nani hallelujah. Yeshua nani hallelujah, hallelujah, hallelujah. Yeshua nani Katav nani hallelujah. Yeshua Radhana Radhana Radhana. Yeshua nani hallelujah, hallelujah, hallelujah. Sudhikata hallelujah. Hallelujah, 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 hallelujah. Yeshua nani hallelujah. Yeshua mahത്വം കർത്താവേ രാധന. പുറപ്പാട് 20:19 അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോഴും നേരെ പോലും നോക്കാൻ പറ്റാത്ത മോസസ് പോലും ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു മുഖത്തിൽ തൂവാലയിട്ടാൻ നോക്കണത്. ഈ അപ്രാപ്യമായ മഹത്വമാണ് നമ്മൾക്ക് സ്പർശ്യമായിട്ട് ഏകജാതനിലേക്ക് വചനം മാംസമായി ദൈവം നമുക്ക് സ്പർശ്യമായി തരണത്. അത് കാരുണ്യമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ഓഫ് അവർ മെരിറ്റ്. ദൈവത്തിൻ്റെ അപ്രാപ്യവും അചുംബനീയമായ മഹത്വത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമ്മൾക്ക് സ്പർശിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി. മറിയം അത് നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് മഹത്തെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെക്കുന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് കേൾക്കില്ലേ? അതായത് ഇടുക്കിയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എന്ത് മാത്രമാണ്?
ഏക്കാണ് 870 മെഗാവാട്ടാണ്. 870 മെഗാവാട്ട്. ഞാൻ എവിടെയോ പണ്ട് വായിച്ച ഓർമ്മയാണ്. നമുക്ക് ഒരു കേരളത്തിന് ഡൊമസ്റ്റിക് വീടുകളിൽ കത്തിക്കാൻ വേണ്ടി ഒരു 5.7 കിലോ വാട്ട് മതി. 1000 കിലോ വാട്ടാണ് ഒരു മെഗാവാട്ടെന്ന് ഓർക്കണം. ഇതാണ് പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് നമ്മുടെ വീട്ടിൽ 230 വോൾട്ടായിട്ട് കൊണ്ടുവരണത്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പോൾ കേട്ട വചനമില്ലേ, പുറപ്പാട് 20:19, ജനങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സ്പർശിക്കാൻ പറ്റാതെ ഭയപ്പെട്ടിട്ട് മോസസിനോട് സംസാരിക്കാൻ പറയുകയാണ്, ഞങ്ങളോട് ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ച് വീഴുവന്നു. ഈ അപ്രാപ്യമായ മഹത്വത്തെയാണ് ഈശോ മനുഷ്യാവതാരത്തിലൂടെ യോഹന്നാൻ 1:14 ഏകജാതിൻ്റെ മഹത്വത്തിലേക്കും അതേസമയം തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17:1-2 വചനങ്ങളുടെ മറുവമലയുടെ മഹത്വത്തിലേക്കും 2 പത്രോസിൻ്റെ 1:18 മറുവമലയിലെ മഹത്വത്തിലേക്ക് റെഡ്യൂസ് ചെയ്യണത് പ്രാപ്യമായി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് ചെറുതാക്കി വോൾട്ടേജ് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുവനെ കണ്ടില്ലേ. ഈ ഏകജാതിൻ്റെ ശക്തിയും പത്രോസ് പോലും കണ്ടിട്ട് ഭയപ്പെട്ടു പോയതാണ്. എന്നിട്ട് വെളിവ് പോയി പത്രോസിൻ്റെ. നമ്മളിവിടെ ആയിരിക്കണത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് നിലവിട്ട് സംസാരിക്കുന്ന പത്രോസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ മഹത്വവും മനുഷ്യൻ കണ്ടാൽ പോലും നിലവിട്ട് പോകുന്ന ആ മഹത്വത്തെ മറിയം ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടി ഒരു കല്യാണ വീട്ടിലെ കുടുംബത്തിൽ വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ഈ ഏകജാതിൻ്റെ മഹത്വത്തെ ഒരു കുടുംബത്തിന് വേണ്ടി മറിയം കൺവേർട്ട് ചെയ്യുന്ന കാണാം. മറിയത്തിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർ വെച്ചിട്ട് പവർ കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് വചനം മഹത്വത്തിൻ്റെ അടയാളം എന്ന് വിളിക്കുന്നത്. മറിയമാണ് മഹത്വത്തിന് മധ്യസ്ഥ. യോഹന്നാൻ 1:2-11 ശ്രദ്ധിക്കട്ടെ. വലിയ വത്സര വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഈശോയെ, നിന്റെ മഹത്വം മരിയൻ മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് പ്രകടമാക്കുന്നതിന്, ഉടമ്പടിയിലൂടെ പ്രകടമാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പറഞ്ഞേ വായിച്ചേ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അടയാളങ്ങളുടെ ആരംഭം കുറിച്ചത് ആരാണ്? അമ്മയാണ്. ഇന്ന് കൃപാസനത്തിൽ നിന്ന് ഇങ്ങനെ തോരാത്ത സാക്ഷ്യങ്ങളല്ലേ. ഇപ്പം നമ്മൾ സകല സമയ സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞ ചാനലിടെ ആരംഭിക്കുക. സകല സമയം 24 മണിക്കൂറും ലൈവായിട്ട് സാക്ഷ്യം കേൾക്കാം. കാര്യം അത്ര കണ്ട് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഏതാണ്ട് 8,000-ഓളമാണ് അപ്പ് ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നത്. 8,000-ഓളം സാക്ഷ്യങ്ങൾ. 8,000 സാക്ഷ്യങ്ങളും അപ്പോൾ പലർക്കും സങ്കടമാണ്. ഞങ്ങൾ വന്ന് സാക്ഷ്യം പറഞ്ഞു, എന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ സാക്ഷി ഇട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. പക്ഷേ അതല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. യേശു പ്രവർത്തിച്ച, അമ്മയുടെ മാധ്യസ്ഥ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ സംഭവിച്ചത്. അതിങ്ങനെ പിന്നീട് അത് ആരംഭം മാത്രമാണ്, അറ്റവും അറുതിയും ഇല്ലാതെ ഇങ്ങനെ നീളുന്ന സാക്ഷ്യമാണ്. നമുക്ക് എല്ലാ ദിവസവും ഇനി ലൈവായിട്ട് സാക്ഷ്യം ഉണ്ടാവും. രാവിലെ 6 മണി തൊട്ട് രാത്രി വൈകുന്നേരം 6 മണി വരെ, വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ നിരന്തരം സാക്ഷ്യം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ട് അഭിഷേകം പ്രാപിച്ച് ഉടമ്പടി ശക്തി പ്രാപിച്ച് ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഷെയർ ചെയ്യണം. അനേക മക്കളിലേക്ക് വിശ്വാസത്തിൽ നിലനിർത്താനും പ്രതിസന്ധികളെ അതിജീവിക്കാനും കഷ്ടപ്പാടിൻ്റെ കാലത്ത് കണ്ണീരിൻ്റെ സമാധാനവുമായി ഉടമ്പടിയുമായി വരും ദൈവത്തിൻ്റെ മഹത്വം മറ്റു ജനങ്ങളുടെ കൈമാറാൻ എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്.
നിങ്ങൾ സന്തോഷമായിരിക്കണം. എത്രയോ ആയിരങ്ങൾ ആശ്വാസം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളെ ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ എന്നെ വിശുദ്ധമായി മണ്ണിൽ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അപ്പോൾ ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് 2 ദിവസം മതി നിങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെ മേലും തീരുമാനമെടുക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചിറക്കാൻ ചിലപ്പോൾ 200 ദിവസം വേണ്ടി വരും. അതാണൊരു പ്രശ്നം. ആ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എടുക്കുന്നതിലൂടെ കർത്താവിന്റെ ദയയ്ക്ക് പാത്രീഭൂതരാകുവാൻ യേശുവേ കൃപയാകണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നിങ്ങളെ രോഗമുള്ളിടത്തെല്ലാം കൈവച്ച്, നിങ്ങൾക്ക് തന്നെ രോഗമുണ്ടാകണം നിർബന്ധമില്ല. അവിടുന്ന് തൻ്റെ തലമുറകൾ തോറും തൻ്റെ ഭക്തരുടെ കാരുണ്യം തലമുറകൾ തോറും നൽകുന്ന. അപ്പം നിങ്ങളുടെ മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക. രോഗമുള്ളത് ഇവിടെ അച്ഛൻ രോഗികളെ ഞാനിങ്ങനെ ജനറലായിട്ടാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ എൻ്റെ മക്കൾ 1, 2, 3 രോഗമൊക്കെ ഉണ്ടെങ്കിൽ കൈകൾ മാറ്റി, ശരീരത്തിൽ കൈകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അതറിയാത്തവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതിക്കട്ടെ. നല്ലവനായ ഈശോയെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഓരോ മക്കളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈനായിട്ടും കർത്താവെ കൃപാസനത്തിലും പ്രാർത്ഥിക്കുമ്പോൾ, അവർ ശരീരത്തിൻ്റെ വിവിധമായ സ്ഥലങ്ങളിൽ കൈകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രോഗമുള്ളിടത്തെല്ലാം PCOD രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. അതുപോലെ തന്നെ പിസ്തുല രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കരട് രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കിഡ്നി രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. സ്പോണ്ടിലോസിസ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. മെനിഞ്ചൈറ്റിസിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ. കണ്ണ് കാഴ്ചയില്ലാത്തവർ, മൂക്കിന് അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെ, അതിന് ഓപ്പറേഷൻ ചെയ്യുന്നവരെ സ്പർശിക്കണേ കർത്താവെ. അങ്ങനെ ഓരോ മക്കളും കൈ പൊക്കാൻ പാടില്ലാത്ത, നീതി കെട്ടുന്നവരെ, നീർക്കെട്ടിൻ്റെ രോഗമുള്ളവരെ, നീരിറക്കമുള്ളവരെ എല്ലാവരും സ്പർശിക്കണേ കർത്താവെ. ഈശോയെ, ഈശോയെ, ഓരോരോ ശ്വാസകോശ രോഗികളെ, വിധവ മക്കളില്ലാത്തവരെ, അതുപോലെ കിഡ്നി രോഗികളെ എല്ലാവരെയും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാരക രോഗങ്ങൾ, തിരാവേദികൾ, പറയാത്ത രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, രോഗികളുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ജോലിയില്ലാത്തവരെ. ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതല്ലേ, ജോലിയില്ല. കോൺട്രാക്ടർമാർ വരെ വർക്ക് കിട്ടാതെ, ഓരോ ലോബികളൊക്കെ വന്നിട്ട് സംസ്ഥാനത്തിന് വർക്ക് അടിച്ചു മാറ്റിയിട്ട് പഴയ കോൺട്രാക്ടർമാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ വഴിയാധാരമായി, ബാങ്കിൽ പലിശ കൂടി ജപ്തിയായി. എന്തുമാത്രം, അതായത് ഭരണകൂടം തന്നെ ഉണ്ടാക്കുന്ന ഇതിലുള്ള തൊഴിൽ ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് നമ്മൾ സമൂഹം അനുഭവിക്കുന്നത്. ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ജോലിയില്ലാത്തവരുടെ കൂടെ തന്നെ പരീക്ഷ എഴുതി നിൽക്കുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവർ, വിളിക്കപ്പെടാത്തവർ, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ, അവരുടെ വയസ്സ് കവിയാൻ പോകുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കടകൾ പൂട്ടിപ്പോയവർ,
കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും വാടക കിട്ടാത്തവരെ, കട ഒഴിയാത്തവർ, കേസായിപ്പോയവർ, സ്ഥലങ്ങൾ കേസിലായിപ്പോയവർ, വിൽക്കാൻ പറ്റണില്ല, കേസ് തീരണില്ല, അങ്ങനെ അകപ്പെട്ടു പോയവർ, വിവാഹം ഒത്തുവരാത്തൊരു വിവാഹം നടക്കാത്തൊരു നടന്ന വിവാഹത്തിൽ കുരുക്കിൽ വീണ് പോയവർ, എല്ലാവരും കണ്ണീരോടെ ആൽത്താറയിൽ അമ്മയോട് ചേർന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അമ്മ മധ്യസ്ഥയാകണമേ. ദൈവമഹത്വത്തിൻ്റെ മധ്യസ്ഥയെ കർത്താവേ, എല്ലാ മക്കൾക്ക് അടയാളം ലഭിച്ചുകൊണ്ട് സാക്ഷ്യമായിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അമ്മ അടയാളമാകണമേ. അമ്മ മഹത്വത്തിന് മധ്യസ്ഥയാകണമേ. ശ്രദ്ധിക്കട്ടെ. ഗിഫ്റ്റ് നടപടിയിൽ ഇരിക്കുന്ന മക്കളെ, ഒരു പോംവഴിയും കാണാതിരിക്കുന്ന മക്കളെ, പണം കൊടുത്തിട്ട് പണം കുടുങ്ങിപ്പോയവരെ, അന്യൻ്റെ കൈകളിൽ അകപ്പെട്ടിരിക്കണം, അന്യാധീനപ്പെട്ടു പോയ പണം, അവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് മാർഗമെന്നറിയാതെ അന്താളിച്ച് ജീവിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ ജയിലിലായിപ്പോയവർ, പല കേസുകളിലും കള്ളക്കേസ് അകപ്പെട്ട് ജീവിതം കുരുങ്ങിപ്പോയവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, എത്ര മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ച് ശരീരത്തിനേക്കാത്തവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവമേ, നീ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെട്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, വിദേശത്ത് പോയിട്ട് വേണ്ടത്ര ജോലി കിട്ടാതെ മിസ്സായി പോയിട്ട് ഡേറ്റ് തീരാൻ പോകുന്നവർ, അവിടെയുള്ള ചെലവിന് മാത്രം ജോലി ഉണ്ടാകുകയും കടം പരിഹരിക്കാൻ പറ്റാതെ ചെറിയ ജോലിയിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവർ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇനി എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക മൗനമായി. മുട്ടയ്ക്കുക. സമാപനാശീർവാദം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആ വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിലൂടെ വെളിപ്പെട്ടതുപോലെ അവിടുത്തെ മഹത്വത്തിൻ്റെ വലിയ ഉപകരണമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തുതി. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
ആവേ